5/2/2026 വ്യാഴാഴ്ച ദിവസത്തെ ഫലം. ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളുടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. രോഹിണി മകയിരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ടാണ് കാണുന്നത്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം. ഓപ്പറേഷനൊന്നും പറ്റിയ ദിവസം അല്ല. എന്നാൽ മേടത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല. പൂയം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, പണം നഷ്ടപ്പെട്ടുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ആയില്യമകം നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, പണം നഷ്ടപ്പെട്ടു പോവാതെ, കളവ് പോവാതെ എല്ലാം നോക്കണം. എന്നാൽ മേടത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. പൂരമുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്.
കേസ് വഴക്കെല്ലാം അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എല്ലാം നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ്. അവർക്ക് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ്. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. എന്നാൽ മേടത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലമല്ല. ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ദിവസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ, ദൂരയാത്രകൾക്ക് അവസരമെല്ലാം ഉണ്ട്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുക. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നം, ശത്രുത തടസ്സങ്ങൾ കാണുന്നുണ്ട്. പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസമല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ്. കേസ് വഴക്കിലൊന്നും പോകരുത്. ആരോഗ്യം നല്ലതല്ല. വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷേ മേടത്തിലോ ധനുവിലോ മീനമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല. ചതയം പൂരോരുട്ടാതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്
ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, മനസ്സമാധാനമുണ്ട്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ ധനുവോ മീനമോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ്. മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും. പക്ഷേ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം. ഇതാണ് 5/2/2026 വ്യാഴാഴ്ച ദിവസത്തെ ഫലം.